ഹലോ ഗെയ്സ്, ഇന്നിപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടോ അമൃതം പൊടിയും കൊണ്ട് നമ്മുടെ കടലമുട്ടായില്ലേ അതുണ്ടാക്കണത്. സാധാരണ ഞങ്ങൾ ഇതും കൊണ്ട് പുട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഇത് മോനിക്ക് ഇഷ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ്, പാളിപ്പോവും എന്നൊരു വിശ്വാസമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ജസ്റ്റൊക്കെ പാളി പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ അറിയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമൃതം പൊടി ഞാനൊരു ഗ്ലാസ്സും കടലയും എടുത്തിട്ടുണ്ട് കേട്ടോ. കടല വറുത്ത് അമൃതം പൊടി അതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. കരിയാണ്ട് നോക്കണേ. എന്നിട്ട് കടലിനെ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല അരച്ചെടുക്കരുത്. ഞാനൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുവരെയൊക്കെ വളരെ ശരിയായിരുന്നു. പിന്നെ ഞാൻ ഇതിന് മുന്നേ എനിക്കൊരു കടലമുട്ടായി ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പാത്രത്തിലാണ് ഓയിലൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പാത്രത്തിൽ നിന്ന് എടുത്തിട്ടേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിലോട്ട് ഓയിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3/4 കപ്പിനടുത്ത് പഞ്ചസാര എടുത്തിട്ട് അതിങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് അതിനൊന്ന് അലിയിച്ചെടുക്കുക. എനിക്കിവിടെയാണ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പഞ്ചസാര കുറച്ചധികം അങ്ങോട്ട് കളർ അങ്ങോട്ട് മാറി. കരിഞ്ഞിട്ടില്ല, എന്നാലും കളർ അങ്ങോട്ട് മാറിയപ്പോൾ നമ്മുടെ കടലമിഠായിയുടെ കളറൊക്കെ അങ്ങോട്ട് പോയി കിട്ടി. പിന്നെ അതിലോട്ട് വെള്ളം ഒഴിച്ചപ്പോൾ ഞാൻ പേടിച്ചിട്ടോ പോയി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിന്നെ ശരിയായി വന്നു. പിന്നെ അതിലോട്ട് കടലയും നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അമൃതം പൊടിയും പിന്നെ ഞാൻ കുറച്ച് നെയ്യും അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഞാൻ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കത്തി വെച്ചിട്ട് ഒന്ന് വരനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ഷമ കുറച്ചധികം കൂടുതലായത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഏകദേശം ആയി എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനെടുത്തു. നേരെ വിട്ടൊക്കെ കിട്ടി, പക്ഷെ ഒന്നുകൂടി സെറ്റാവാനുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അതിൽ നിന്നൊരു പീസ് മാത്രം അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് ബാക്കി അങ്ങനെ ഞാൻ ഒന്നുകൂടി സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കടല മുട്ടായിയുടെ ടേസ്റ്റൊന്നും ഇല്ല, എന്നാലും നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കാമെന്ന് മാത്രം. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണ കടല മുട്ടായിൻ്റെ ടേസ്റ്റിനോടൊന്നും വരില്ല എന്ന് മാത്രം. എന്നാലും കഴിക്കാം, കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാലോ അല്ല വീട്ടിലുണ്ടാകുമ്പോഴൊക്കെ കഴിക്കാൻ കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.